എത്ര പേർക്ക് ഈ വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളൊരു ക്രാഫ്റ്റർ ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇത് ഞാൻ നേരത്തെ ഇട്ടുള്ള വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇതിലും ഞാൻ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വർക്കിൻ്റെ വീഡിയോക്ക് വോയിസ് ഓവർ ആയിട്ടാണ് ചെയ്യുന്നത്. അത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, സിംഗിളായിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇത് എൻ്റെ മാത്രം അനുഭവമാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ജസ്റ്റ് അറിയാലോ ആർക്കൊക്കെ നമ്മളെ പോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം. ആദ്യം തന്നെ ഡിസ്ക്ലൈമർ ആയിട്ട് പറയട്ടെ, ഈ വീഡിയോ ഒരിക്കലും കസ്റ്റമേഴ്സിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇടുന്നതല്ല. പക്ഷേ ഈ ഒരു പ്രവണത ഏതൊരു രീതിയിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നല്ലതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഡെലിവറി ടൈമിൻ്റെ മിസ്കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള 2-3 മോശം അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ചുരുക്കി പറയാൻ വേണ്ടി പോകുന്നത്. ഡെലിവറി ഡിലേസ് ഉണ്ടാവുന്നതും അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ഉണ്ടാവുന്നതും എല്ലാം വളരെ നാച്ചുറലാണ്. ഇത് അങ്ങനെ ഒരു കാര്യമല്ല കേട്ടോ. ഇതേ നമ്മൾ ഡെലിവറി ചെയ്തത് കസ്റ്റമർ എക്സ്പെക്ട് ചെയ്ത രീതിയിലായില്ല എന്ന് പറഞ്ഞിട്ടും എക്സ്പെക്ട് ചെയ്ത സമയത്ത് ഡെലിവറി ആയില്ല എന്ന് പറഞ്ഞിട്ടുമായിരുന്നു കസ്റ്റമർ കുറ്റം പറഞ്ഞത് വർക്കിനെയോ അല്ലെങ്കിൽ വർക്ക് ചെയ്ത എന്നെയോ അല്ല കേട്ടോ. ഗിഫ്റ്റിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള അണ്ടർ ആർമറിൻ്റെ ക്യാപ്പിനെയായിരുന്നു. കസ്റ്റമർക്ക് വേണ്ടിയിരുന്നത് അണ്ടർ ആർമർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ക്യാപ്പായിരുന്നു. അത് നമ്മളിവിടെ നിയർ ബൈ സിറ്റി സെൻറ്ററിൽ പോയിട്ട് അതിൻ്റെ ഷോറൂമിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. ഭാഗ്യവശാൽ ഞാൻ അതിൻ്റെ ബില്ല് കളയാത്തതിനെ കൊണ്ട് എനിക്ക് കസ്റ്റമറുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി സാധിക്കും. വർക്കിൽ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ എന്നെ കുറ്റം പറയുന്നതോ വർക്കിനെ കുറ്റം പറയുന്നതോ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന പ്രോഡക്റ്റിനെ കുറ്റം പറയുമ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? എസ്പെഷ്യലി നമ്മൾ ഓൺലൈനിൽ പോലും വാങ്ങിച്ചതല്ല, നേരിട്ട് പോയി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചൊരു സാധനം. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാത്തതിനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയേണ്ടതെന്ന് കരുതി പറഞ്ഞതാണോ അതൊന്നും എനിക്കറിയില്ല. ഞാനത് ഒരു അനുഭവം മാത്രമായിട്ട് ഒഴിവാക്കി കളഞ്ഞതായിരുന്നു. അതിനുശേഷം സമാനമായ വേറൊരു അനുഭവം കൂടെ ഉണ്ടായിട്ടോ. ഫോസിലിൻ്റെ വാച്ചായിരുന്നു നമ്മൾ ഗിഫ്റ്റിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ എക്സ്പെക്ട് ചെയ്ത സമയത്ത് ഡെലിവറി നടന്നില്ല. അന്ന് ഡ്യൂ ടു സം ടെക്നിക്കൽ എറേഴ്സ് കാരണം കൊണ്ട് കൂടി പ്രതീക്ഷിച്ചതിനെക്കാട്ടും ഇച്ചിരി ഡിലേ ആവും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഡിലേനെ കുറിച്ചിട്ടോ വർക്കിൻ്റെ പ്രസൻറ്റേഷനെ കുറിച്ചിട്ടോ അല്ലായിരുന്നു കേട്ടോ ആളുടെ കമൻറ്റ്. ആൾ പറഞ്ഞത് ഫോസിലിൻ്റെ വാച്ചിന് അത്ര റേറ്റ് വരുന്നില്ല, അത് ജെന്യുൻ പ്രൊഡക്റ്റ് അല്ല, ഫോസിലിൻ്റെ വാച്ചിന് 150 ദിറംസ് മാത്രമേ വരുന്നുള്ളൂ എന്നാണ്. എൻ്റെ അറിവിൽ ഓൺലൈനിൽ പോലും 300 ദിറംസിന് താഴെയായിട്ട് ഫോസിലിൻ്റെ വാച്ചസ് വരുന്നില്ല. ടു ഓൾ ദ കസ്റ്റമേഴ്സ് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്രാഫ്റ്റേഴ്സാണ്. നമ്മൾ ക്രാഫ്റ്റിൻ്റെ ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങി ഗിഫ്റ്റിൻ്റെ അകത്ത് വെച്ച് പ്രൊഡക്റ്റ് പ്രസൻറ്റേഷൻ ചെയ്യുന്ന ആളുകളാണ്. നമുക്കൊരിക്കലും പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ പറയുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ തരുന്ന പ്രൈസിന് വർത്ത് ആയിട്ടുള്ള സാധനം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്ത് തരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ, ഇങ്ങനെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഒരിക്കലും പ്രൊഡക്റ്റിനെ കുറ്റം പറയരുത്. നിങ്ങൾ എന്തിലാണോ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് അതിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് വർക്കൗട്ട് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നോക്കാൻ വേണ്ടി പറ്റും. ഇത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.